ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പുളിയില്ലാത്ത നല്ല വിളഞ്ഞ മാങ്ങ കൊണ്ടുള്ള ഒരു മീൻ കറിയാണ്. മീൻ കറി പോലെ വെക്കുന്ന ഒരു കറിയാണ്. ഇതിന് നമുക്ക് അധികം പഴുക്കാൻ തുടങ്ങുന്ന മാങ്ങയാണ് വേണ്ടത്. അധികം പുളിയില്ലാത്ത മാങ്ങ വേണം. അങ്ങനെ ഞാനിവിടെ ഒരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു 4 സവാളയും എടുത്തിട്ടുണ്ട്. എത്ര മാങ്ങ എടുക്കുന്നോ അതനുസരിച്ച് സവാളയും എടുത്തുകൊള്ളുക. പിന്നെ പച്ചമുളക്, കറിവേപ്പില. പച്ചമുളകും നമുക്ക് എത്ര വേണം, നമ്മുടെ എരിവ് എത്ര വേണമെന്നനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. മാങ്ങ നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അവിയൽ പോലെയാണ് ഇത് വയ്ക്കുന്നത്. മാങ്ങ അവിയലാണ്. മീൻകറി പോലെയുള്ള ടേസ്റ്റുള്ളതാണിത്. ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കുക. സവാളയും അതുപോലെ തീരെ നൈസല്ലാത്ത രീതിയിൽ ഒരല്പം കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ആ പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു കൂട്ടുണ്ട്, തേങ്ങാക്കൂട്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര മാങ്ങ എടുക്കുന്നോ അതനുസരിച്ച് തേങ്ങ എടുത്തുകൊള്ളുക. പിന്നെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 4 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലയും. ഇത് നമ്മൾ സാധാരണ അവിയലിനൊക്കെ അരയ്ക്കുന്നില്ലേ, ആ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ അവിയലൊക്കെ ഞാൻ ആ കല്ലിൽ തന്നെയാണ് അരച്ചെടുക്കാറുള്ളത്. അതുപോലെ ഞാൻ അമ്മിയിലാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കൂട്ടൊന്ന് ആദ്യം അരച്ചെടുക്കാം. ഞാനിവിടെ ആ മുളകും തേങ്ങയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കല്ലിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഒത്തിരി അങ്ങ് ചുമന്ന് പോകരുത്. ആ വെള്ള നിറത്തിൽ തന്നെ ഇരിക്കണം. പച്ചമണം ഒന്ന് മാറിക്കിട്ടണം, അത്രയും മതിയാകും. നമ്മൾ സാധാരണ സ്റ്റൂവിനൊക്കെ എടുക്കുന്നില്ല, ആ ഒരു പരുവത്തിൽ മതി സവാള. ഇപ്പം നമ്മളെ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് ഈ കറി തയ്യാറാക്കുന്നത് മീൻ ചട്ടിയിലാണ്. ഞാൻ അരിഞ്ഞെടുത്ത മാങ്ങ ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ആ വഴറ്റിയെടുത്ത സവാളയും. ഇനി നമുക്ക് ആ തേങ്ങ നല്ല അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് എത്രയാണോ നമ്മൾ മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്തുകൊണ്ടാൽ മതിയാവും. നകക്കെ നിൽക്കണമെന്നേ ഉള്ളൂ. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിപ്പോകരുത്. നമ്മൾ മീനൊക്കെ കലക്കി വെക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ. ശരിക്കും ഇതൊരു മീൻ കറിയാണ്. മീൻ കറിയുടെ അതേ ടേസ്റ്റാണിത്. ഇതിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് കൈ കൊണ്ടൊന്ന് കലക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കൈ കൊണ്ട് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. നമ്മൾ മീൻ കറിക്കൊക്കെ ചേർക്കാറുണ്ടല്ലോ, അതുപോലെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരടപ്പ് കൊണ്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കരുത്. ഇപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി തുടങ്ങാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ ആ തീ അല്പം നമുക്കൊന്ന് കുറച്ച് വയ്ക്കണം. പിന്നെ നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചാണല്ലോ വറ്റിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഒരു പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട. നമ്മൾ ഇളക്കുന്ന സമയത്തും മാങ്ങ ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ചിളക്കുക. മാങ്ങ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ആ വെള്ളമെല്ലാം വറ്റി മാങ്ങയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഉള്ളിയും മാങ്ങയൊന്നും ഒത്തിരി വെന്തങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം ചേർത്തൊരു 1 മിനിറ്റോളം കൂടെ ഒന്ന് വെച്ചതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മാങ്ങ കൊണ്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണിത്. ശരിക്കും നമുക്ക് ചോറിനൊപ്പം ഈ ഒരു ഒറ്റ കറി മാത്രം മതിയാവും ചോറുണ്ണാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്. മാങ്ങ എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ഒത്തിരി പുളിച്ച മാങ്ങയായി പോരുത്. അല്പം പഴുക്കാൻ തുടങ്ങുന്ന ഒരു മാങ്ങയായിരിക്കണം. അപ്പോഴായിരിക്കും ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ സവാള ചേർക്കുമ്പോഴും മാങ്ങ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് അതേ അളവിൽ ചേർത്തുകൊള്ളുക. പച്ചമുളകൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് പച്ചമുളകും വറ്റൽമുളകൊക്കെ അതനുസരിച്ച് ചേർത്തുകൊണ്ടാൽ മതിയാവും. ഒരല്പം എരിവോടുകൂടി ഇരിക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ നമുക്ക് കാണുമ്പോൾ കാണുന്ന ഈ ഒരു ഭംഗിയില്ലേ, അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിയായ ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മാങ്ങ കൊണ്ടുള്ള മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.